നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്ന ശ്രീയാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മൂക്കുത്തി സ്പെഷ്യലാണ്. അതായത് മൂക്കുത്തികൾ, എൻ്റെ കയ്യിലുള്ള കുറച്ച് മൂക്കുത്തികളുടെ കളക്ഷൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടും, പിന്നെ മൂക്ക് കുത്തുന്ന രണ്ട് മെത്തേഡുകൾ തമ്മിലുള്ളതാണ്. ആ ഡിഫറൻസ് ആണ്, ഏതാണ് നല്ലത്, ഏതാണ് കൺവീനിയൻ്റ് ആയിട്ടുള്ളത്, എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം, എങ്ങനെയാണ് മൂക്കുത്തി റിമൂവ് ചെയ്യുന്നത്, എങ്ങനെയാണ് മൂക്കുത്തി ഇടുന്നത്, അങ്ങനെ ഒരുപാട് കമൻസുകൾ നമ്മുടെ മൂക്കുത്തിയുടെ അടിയിൽ വരാറുണ്ട്, ആ വീഡിയോയുടെ അടിയിൽ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി ആഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ആവാമെന്ന് വിചാരിച്ചു. നമ്മൾ രണ്ട് വിധത്തിലാണ് മൂക്ക് കുത്തുന്നത്. ഒന്ന് നമ്മുടെ കണ്ണ് ഉപയോഗിച്ചിട്ടും, രണ്ടാമത്തേത് നമ്മൾ തട്ടാൻ്റെ അടുത്ത് പോയിട്ട് കുഞ്ഞ് പിന്ന് ഉപയോഗിച്ചിട്ടാണ് കുത്തുന്നത്. അപ്പം പിന്ന് ഉപയോഗിച്ചിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ. അതാണ് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. കാരണം ഇൻഫെക്ഷൻ കുറേയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എങ്ങനെയൊക്കെ പോയാലും ഇൻഫെക്ഷൻസ് വരും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നമ്മളൊരു മുറിവ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഒരു പ്രത്യേകതയുണ്ട്, അത് ഡിഫെക്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ അത് ഡിഫെൻസ് ചെയ്യാനായിട്ട് ഒരു ഡിഫെൻസ് മെക്കാനിസം ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ നമ്മളൊരു മുറിവ് ഉണ്ടാക്കുമ്പോൾ ആ മുറിവിൽ എന്താ പറയുക, പ്രതികരണ ശേഷി എന്നൊക്കെ പറയില്ലേ, ആ പ്രതികരണ സെല്ലുകളൊക്കെ കൂടി ഒരു കായ പോലെ ഉണ്ടാവും. ആ കായ നമ്മുടെ മൂക്കിൽ വരും. ഒരു 95% ആൾക്കാരെയും ആ കായ പോലെ വന്നിട്ടാണ് അത് പോവുക. അപ്പം തന്നെ അത് ഊരിക്കളയാണ് പതിവ്. അങ്ങനെ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് അതിൻ്റെ മുകളിൽ നിയോമൈസിൻ എന്ന് പറഞ്ഞിട്ടൊരു മെഡിസിൻ പുരട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു വിധം ആ ഒരു ഇൻഫെക്ഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ചിലർക്ക് അൺസൈക്കബിൾ ആണ്, അപ്പോൾ അവരത് ഊരിക്കളയാണ് ചെയ്യാറ്. ഊരിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്തിൻ അവേഴ്സിനുള്ളിൽ ഓട്ട അടഞ്ഞു പോവും. കാരണം അവിടെ അത് നമ്മുടെ ബോഡി അങ്ങനെയാണ്. നമ്മുടെ ശരീരം മുറിവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്ത് പോകാനുള്ള കഴിവുണ്ട്. അപ്പോൾ അത് അടഞ്ഞു പോവുകയാണ് ചെയ്യുക. പിന്നെ വേറെ മൂക്ക് കുത്തേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നേക്കാളും കുറച്ചും കൂടി നല്ലതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ചിലർ തുളസിയുടെ ഒരു കമ്പ് പിടിച്ചിട്ടാൽ മതി എന്ന് പറയാറുണ്ട്. പക്ഷെ അതൊന്നും ഒരു എന്താ പറയുക, സയൻറ്റിഫിക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതൊക്കെ ചിലപ്പോൾ ഇൻഫെക്ഷൻസ് കൂട്ടാൻ കാരണമാകും. ചിലരിൽ അത് ശരിയായി എന്ന് വരാം, പക്ഷെ ഒരുവിധം ബോഡിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുക. കാരണം നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കലായിട്ട് ഡിഫൻസ് മെക്കാനിസം യൂസ് ചെയ്യുന്നുണ്ട് അവിടെ. തട്ടാമാര് മൂക്ക് കുത്തി തരുമ്പോൾ, അതായത് പിന്നെ വെച്ച് കുത്തി തരുമ്പോൾ അവർ ഗോൾഡ് ഇട്ടിട്ടാണ് കുത്തി തരിക. അപ്പോൾ ഗോൾഡ് ഇട്ടിട്ട് നമുക്ക് 2-3 ദിവസം കഴിഞ്ഞിട്ട് റിമൂവ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ നമ്മൾ ഗൺ വെച്ച് അടിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഗണ്ണിൽ ഇടുന്ന ആ മൂക്കുത്തി എന്ന് പറയണത് സ്വർണ്ണമല്ലല്ലോ. അപ്പൊ നമുക്ക് 3 ദിവസം തൊട്ട് ഒരാഴ്ചക്കുള്ളിൽ അവർ റിമൂവ് ചെയ്തിട്ട് വേറെ ഇടാൻ പറയും. അങ്ങനെ റിമൂവ് ചെയ്യുന്ന നേരത്ത് ആ മുറിവ് ഡിസ്റ്റർബ് ആവുകയും അതിൽ പിന്നെ വീണ്ടും ഗോൾഡ് ഇടുമ്പോൾ വീണ്ടും ഡിഫൻസ് മെക്കാനിസം ഉണ്ടാവുകയും, അതായത് നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യും കൂടി ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാവുക വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ മുകളിലും അടിയിലും കുരു വരും. മാക്സിമം തട്ടാനെ കൊണ്ട് ചെയ്യിക്കുന്നതായിരിക്കും നല്ലതാണെന്നാണ് എൻ്റെ പേഴ്സണലായ അഭിപ്രായം. കാരണം നമുക്കത് പിന്നെ ഊരുണ്ടല്ലോ, അങ്ങനെ തന്നെ കിടന്നത് അവിടെ കിടന്ന് തന്നെ ഉണങ്ങിപ്പോക്കോളും. പിന്നെ അത് നമുക്ക് എങ്ങനെയായാലും എന്തൊക്കെ ചെയ്താലും 1 മാസം 1.5 മാസം കഴിഞ്ഞിട്ട് മൂക്കുത്തി ഊരിയിട്ട് വേറെ ഇടുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ വീണ്ടും ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും നമുക്ക് പ്രശ്നങ്ങൾ വരാൻ കാരണമാവും. ഞാനിതുപോലെ ഓവർ എക്സൈറ്റ്മെന്റിൽ ഒരുപാട് വട്ടം 3-ാമത്തെ ദിവസമൊക്കെ മൂക്കുത്തി ഊരി വീണ്ടും ഇട്ടിട്ട് വേദന സഹിച്ച് കടിച്ചു പിടിച്ച് നിന്ന ഒരാളാണ്. കാരണം ഒരുപാട് രാജുവേട്ടൻ്റെ അടുത്ത് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടാണ് ആള് മൂക്കുത്താൻ തന്നെ സമ്മതിച്ചത്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഇൻഫെക്ഷനായി വേദനയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുടെ ചുറ്റും കേൾക്കും. അപ്പൊ എന്തിനാവശ്യമില്ലാത്ത പണിക്ക് പോയോ ചോദിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് സഹിച്ച് പിടിച്ച് നിന്നു. എന്നിട്ട് നിയോമൈസിനൊക്കെ മേടിച്ച് മരുന്നൊക്കെ ആൾ മേടിച്ചോണ്ട് തന്നു കേട്ടോ. നിയോമൈസിൻ ഇവിടെ എവിടെയെങ്കിലും ഞാൻ കൊടുക്കാം. നിയോമൈസിൻ മേടിച്ചിട്ട് ഞാൻ മറ്റേ വീഡിയോയിലൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് പുരട്ടിയിട്ട് ഇതാണ് ചെയ്തത്. പിന്നെ നമുക്ക് ഉപ്പുവെള്ളത്തിൽ, അതായത് മൂക്ക് കുത്തിയ ഉടനെ, അതായത് ഗണ്ണാണെങ്കിലും നമ്മുടെ തട്ടാനെ കൊണ്ട് കുത്തിച്ചതാണെങ്കിലും നമ്മൾ നന്നായിട്ട് ഉപ്പുവെള്ളത്തിൽ ഇങ്ങനെ ഉപ്പുവെള്ളത്തിൽ മുക്കി പഞ്ഞി ഇങ്ങനെ ഇവിടെ വെച്ച് കൊടുക്കണം. വെച്ച് കൊടുക്കുമ്പോഴാണ് ഇൻഫെക്ഷൻ ഇല്ലാണ്ടിരിക്കുള്ളൂ. കാരണം ഉപ്പ് എന്ന് പറയുന്നത് ആന്റിസെപ്റ്റിക് ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ബീറ്റാഡിൻ വേണമെങ്കിൽ ഉപയോഗിക്കാം. അന്നത്തെ ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസം ഉപയോഗിക്കാം, മുറിവ് ഉണങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തെങ്കിലും പൊടി, മെട്രോജെല്ലിൻ്റെ ഒക്കെ പൊടി വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ഉണങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതൊന്നും മൂക്കിൻ്റെ ഉള്ളിൽ പോകാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇടതാണോ വലതാണോ കുത്താന്നുള്ളത് നമ്മുടെ ഇഷ്ടംപോലെ നമുക്ക് ഏത് വേണമെങ്കിലും കുത്താം. പണ്ടുള്ളവരൊക്കെ ഇടതാണ് കുത്താന്ന് പറയുന്നത്, ഞാൻ വലതാണ് കുത്തിരിക്കുന്നത്. പിന്നെ മൂക്കുത്തി ഊരാൻ കിട്ടണില്ല, ഇട്ടിട്ട് ഊരാൻ കിട്ടണില്ല എന്നാണ് എല്ലാവരും പറയണത്. ഞാൻ കാണിച്ചു തരാം മൂക്കുത്തി ഞാൻ എങ്ങനെയാണ് ഊരണത് എന്നുള്ളത്. കണ്ടോ, ഇതാണ് ഇപ്പം എൻ്റെ മൂക്കുത്തി. ഒരു ലവിൻ്റെ ഇതുള്ള എൻ്റെ മൂക്കുത്തിയാണ് കേട്ടോ. അപ്പം ഇതിങ്ങനെ പിടിച്ചിട്ട് ഞാൻ എന്താ ചെയ്യാച്ചിട്ടുണ്ടെങ്കിൽ ഇതിവിടെ ഇങ്ങനെയും പിടിക്കും. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഊരാണ് ചെയ്യാം. കണ്ടോ, എനിക്ക് മൂക്കുത്തി ഊരാൻ ഇത്രേ അറിയുള്ളൂ, വേറെ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. മൂക്കുത്തി ഞാൻ ഊരുന്നത് മുകളിലും പിടിക്കും അടിയിലും പിടിക്കുന്നത്. അതാണ് മൂക്കുത്തിയുടെ ഹോള് എന്ന് പറയുന്നത്. കണ്ടോ, പിന്നെ ഒരു കാര്യം, എല്ലാവരുടെയും മൂക്കുത്തി എല്ലാവർക്കുള്ള ഒരു പരാതിയാണ്, അവരുടെ മൂക്കുത്തി പതിഞ്ഞ് നിൽക്കണില്ല, ഇങ്ങനെ പൊന്തി നിൽക്കണമെന്നുള്ളത്. അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ,
നമ്മുടെ കമ്മലിന്റെ ഈ പിരി ഉണ്ടല്ലോ, ഇതാ ഈ പിരി ഉണ്ടല്ലോ, ഇതിന്റെ ഈ സംഭവം, അതായത് ഈ സംഭവല്ലേ, ഇത് ഞാനിങ്ങനെ കട്ട് ചെയ്യും. ഇതിങ്ങനെ ഞാൻ കട്ട് ചെയ്തിട്ട്, അതൊരു റബ്ബർ പോലത്തെ മെറ്റീരിയലാണ്, ഇതാ ഇങ്ങനെ ആക്കി എടുക്കും, കണ്ടോ. എന്നിട്ട് അത് ഈ മൂക്കുത്തിയുടെ ഈ ശങ്കിരി എന്ന് പറയില്ലേ, ഇതിനെ അങ്ങനെയല്ല എല്ലാ നാട്ടിലും പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. ഈ സംഭവം എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇടും, ഇതാ കണ്ടോ, ഇതിലിങ്ങനെ ഇട്ടു, കണ്ടോ. എന്നിട്ട് ഈ മൂക്കുത്തി ആദ്യം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടും. അത് കഴിഞ്ഞിട്ട് സാധാരണ നമ്മുടെ ഈ ഇട്ട ഈ സംഭവം മൂക്ക് ഇങ്ങനെ പിടിച്ചിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് കയറി പൊക്കോളൂ കേട്ടോ. അപ്പം മൂക്കുത്തി നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് നിൽക്കും, നമ്മുടെ സ്കിന്നിനോട് ചേർന്ന് നിൽക്കും, ഇങ്ങനെ പൊന്തി നിൽക്കില്ല, അല്ലെങ്കിൽ അത് പൊന്തി നിൽക്കും ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ നമ്മൾ തോർത്തുമുണ്ടിട്ട് വലിക്കുമ്പോൾ, നമ്മൾ തോർത്തി കഴിയുമ്പോൾ തോർത്തുമുണ്ടിട്ട് വലിക്കുമ്പോഴും, അല്ലെങ്കിൽ നമ്മൾ മുഖമൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മുടെ മോതിരിട്ട് വലിക്കുമ്പോഴൊക്കെ പ്രശ്നമാകും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. തുടക്കക്കാരാണെങ്കിൽ കിളി പോകും നമ്മുടെ മൂക്കിൻ്റെ, കാരണം നല്ല വേദന എടുക്കും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ താഴത്തെ ഒരു ലിങ്ക് കൊടുക്കാം, അത് തട്ടാൻ വെച്ച് കുത്തിയതിൻ്റെ. പിന്നെ എങ്ങനെയാണ് ഗൺ ഷോട്ട് അടിക്കണതെന്നും കൂടിയുള്ളത് കാണിച്ചു തരാം. ഗൺ ഷോട്ട് അടിക്കുന്നത് പല പല വലുപ്പത്തിലൊക്കെയാണ്, അപ്പോൾ അതും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിൽ കുറേ മൂക്കുത്തികളുണ്ട്, എൻ്റെ കയ്യിൽ കുറച്ച് മൂക്കുത്തി കളക്ഷൻസ് ഉണ്ട്, അത് കാണാം. ഇതൊരു പഴയ വീഡിയോയുടെ ഭാഗമാണ് കേട്ടോ, ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്ത വീഡിയോയുടെ ഭാഗമാണ്. അപ്പോൾ അതെൻ്റെ അമ്മാവൻ്റെ മകളാണ്, ചിത്ര എന്ന് പറയും. അപ്പോൾ ആള് മൂക്ക് ഈ തട്ടാന്മാർ ഉപയോഗിക്കുന്ന നീഡിലാണത്, അത് വെച്ച് കുത്താൻ പോവാണ്. അപ്പോൾ ആദ്യം മാർക്ക് ഇട്ട് കൊടുക്കും, അതിനുശേഷം ആ നീഡിൽ പിരിച്ച് നമ്മുടെ ഒറിജിനൽ സ്വർണ്ണ മൂക്കുത്തിയുടെ ഉള്ളിലേക്ക് ഇട്ടിട്ട് അതാണ് നമ്മൾ കുത്തി ഇറക്കണത്. അപ്പോൾ ഒരു പെയിൻ ഉണ്ടാവുമെങ്കിലും നമുക്കത് പിന്നെ മാറ്റിയിടണ്ടല്ലോ, സ്വർണ്ണം അല്ലേ, മാറ്റിയിടേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് 1-2 മാസം കഴിഞ്ഞിട്ട് മാറ്റിയിട്ടാൽ മതി, അലർജി ഒന്നും ഉണ്ടാക്കില്ല. അപ്പോൾ നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവില്ല. ഇങ്ങനെയാണ് അത് കുത്തുന്നത് കേട്ടോ. പേടിയാവുന്നവർ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് വിടുക. എന്നിട്ട് ഒരു ഊരി എടുത്തിട്ട് അതിൻ്റെ ശങ്കിരി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു വേദന ഉണ്ടായെങ്കിലും പിന്നെ നമുക്ക് വലിയ വേദനയൊന്നും ഉണ്ടാവില്ല. പിന്നെ മൂക്കൂത്തിയിട്ട് നമ്മുടെ സുന്ദരമായ വദനം കാണുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന ചെറിയൊരു കുളിർമയും കൂടി ആകുമ്പോൾ നമുക്കത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. അപ്പോൾ ഗൺ എന്ന് പറയുന്നത് ഇതാണ് സംഭവം. ഇതുപോലൊരു എന്താ പറയുക, AK-47 ഒക്കെ എടുത്തിട്ടാണ് അടിക്കുന്നത്. AK-47 അല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ 3 പ്രത്യേക തരത്തിലുള്ള ഹോള് ഈ ഡൈസ് ഉണ്ടാവും. അത് വലുപ്പമനുസരിച്ച് സെക്കൻഡ് സ്റ്റഡ് മൂക്കുത്തിക്ക് അങ്ങനെ വലുപ്പമനുസരിച്ചും കട്ടിയൊക്കെ അനുസരിച്ചാണെന്ന് തോന്നുന്നു, എനിക്കത് അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞൂടാ. അപ്പോൾ അതിൽ നമ്മൾ ഇടുന്നത് മെറ്റലിൻ്റെയാണ്. അപ്പോൾ ആ മെറ്റലിൻ്റെ ഇടുമ്പോൾ നമ്മൾ 4-5 ദിവസം കഴിഞ്ഞ് മാറ്റി ഇടേണ്ടി വരും. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മൾ ആ മുറിവിനെ ഡിസ്റ്റർബ് ആക്കുകയാണ്, അപ്പോൾ നമുക്ക് ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഗൺ വെച്ചിട്ട് അടിക്കുന്നത്, കണ്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇട്ടിട്ട് ബാക്ക് അതിൻ്റെ ഈ ഒരു വശത്തേക്ക് ഇട്ട് കൊടുത്തിട്ട്, ഇപ്പം ഞാൻ എനിക്ക് ഇരകളെയൊന്നും കിട്ടിയില്ല, അപ്പോൾ ഞാനൊരു പേപ്പറിൽ അടിച്ച് കാണിച്ചു തരാം. ഇങ്ങനെ ഒരു പേപ്പർ എടുത്തിട്ട് അങ്ങനെയാണത് അടിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു പരിപാടി പെട്ടെന്ന് കഴിയും. പിന്നെ നമുക്ക് ലിഗ്നോക്കെയിൻ എങ്ങാനും ജസ്റ്റ് തടവിയിട്ട് ചെയ്യുകയാണെങ്കിൽ അത്ര വലിയൊരു പെയിൻ ഉണ്ടാവില്ല, നമുക്ക് പെട്ടെന്ന് തരിച്ചൊക്കെ പോവും. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ഗൺ വെച്ചിട്ട് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഗൺ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ കുറച്ച് രണ്ടാമത്തെ വട്ടം കൂടി നമ്മൾ ഡിസ്റ്റർബൻസ് ആക്കുമ്പോൾ മേ ബി ദർ ഈസ് എ ചാൻസ് ഫോർ ഇൻഫെക്ഷൻ, അത്രേ പറയാൻ പറ്റൂ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള മൂക്കുത്തി കളക്ഷൻസ് കാണിച്ചു തരാം. അപ്പോൾ മൂക്കുത്തി കളക്ഷൻസ് കാണിച്ചു തരുന്നതിനേക്കാളും മുന്നേ എങ്ങനെയാണ് മൂക്കുത്തി നമ്മൾ സൂക്ഷിച്ച് വെക്കുകയെന്ന് കാണിച്ചു തരാം. ഇതുപോലെ ഒരു എന്താ പറയുക, തെർമോക്കോളിൻ്റെ ഒരു സംഭവം എടുത്തിട്ട് ഇതുപോലത്തെ ഒരു ചെപ്പിലാക്കിയിട്ട് നമ്മൾ സ്വർണ്ണക്കടയിൽ നിന്ന് മേടിക്കുമ്പോൾ കിട്ടുന്ന ചെപ്പില്ലേ, അതിൻ്റെ ഉള്ളിലാക്കിയിട്ട് ഇങ്ങനെ കുത്തി വെക്കുകയാണെങ്കിൽ ഇത് കുറേ നാൾ നിൽക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മൂക്കുത്തി എന്ന് പറയുന്നത് മിക്കതും കല്ലുള്ളതായിരിക്കും നമ്മൾ എടുക്കുക. അപ്പോൾ അത് ഇങ്ങനെ വെറുതെ അലസമായിട്ട് ഏതെങ്കിലും ഒരു പെട്ടിയിലിടുകയാണെങ്കിൽ അതിങ്ങനെ കൂട്ടിമുട്ടാനും അതിൻ്റെ കളറ് പോകാനും കല്ല് പോകാനും ഒക്കെ കാരണമാവും. അപ്പോൾ അതെപ്പോഴും അങ്ങനെ സെക്യൂറായിട്ട് വെക്കുക. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. സാധാരണ നമ്മുടെ മേടിക്കുന്ന അതിൽ ഒരു ബ്ലേഡ് ഉണ്ട്, ഒരു വട്ടം കൂടി ഇങ്ങനെ ഇതുപോലെ കീറിയിട്ടേ അത് നമുക്ക് കുത്തി വെക്കുകയാണെങ്കിലും ഒരെണ്ണത്തിൽ തന്നെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും എല്ലാം കൂടെ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മൂക്കുത്തി കളക്ഷൻസ് എന്ന് പറയുന്നത്. ഗോൾഡാണ് മിക്കതും. രാജുവേട്ടൻ്റെ കൂടെ എവിടെ പോയാലും രാജുവേട്ടൻ ഞാൻ ഓസിക്ക് ആകെ കൂടി ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മൂക്കുത്തിയാണ്. എല്ലാം ഇതിലത്തെ മാത്രമാണ് കേട്ടോ ഗോൾഡ് അല്ലാത്തതുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു സെറ്റ് ഇട്ടിട്ട് കാണിച്ചു തരാം. ഒക്കെ ഗോൾഡാണ്,
കണ്ടോ ഒരു ലവിൻ്റെ ചിഹ്നം വന്നിട്ടുള്ളതാണിത്. ഒരു എന്താ പറയുക ഒരു പേള് പിങ്ക് കളറിലുള്ള ഒരു പേളിന് ചുറ്റും വൈറ്റ് സ്റ്റോൺ ആയിട്ട് ഒരു ലവിൻ്റെ മോഡലുള്ളതാണ് കേട്ടോ അത്. ഇത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ളതാണ്, ഫുള്ള് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ളതാണ്. ഇതിൽ ഒരുപാട് കല്ലുണ്ട് കേട്ടോ, 2 ലെയറായിട്ടാണ് വരുന്നത്. വൺ ഓഫ് മൈ ഫേവറേറ്റ് വൺ. പക്ഷെ എൻ്റെ മുഖം ചെറുതായ കാരണം വലുത് ചേരുന്നില്ല എന്ന് നിങ്ങൾ പറയും. അപ്പോൾ ഇതൊരു മജന്ത വണ്ണാണ്, 7 കല്ലായിട്ടുള്ളതാണ്. നല്ല ഭംഗിയുള്ളതാണ്. വെറൈറ്റി കല്ലുകളൊക്കെയാണ്. ആ കല്ലുകളൊക്കെ ആയിട്ടാണ് കേട്ടോ മൂക്കുത്തി കളക്ഷൻസ് ഉള്ളത്. ഞാനിങ്ങനെ ക്യാമറയുടെ മുമ്പിലിരുന്ന് ഈ വക കോപ്പറേറ്റുകൾ കാട്ടുമ്പോൾ നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടെങ്കിൽ സോറി. അപ്പോൾ ഞാനതൊരു നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിലല്ല അങ്ങനെ സ്ലോ മോഷനായിട്ട് കാണിച്ചതാണ് കേട്ടോ. അപ്പം ഇതുപോലെ തന്നെ ഒരു എന്താ പറയുക ഒരു ബ്ലാക്ക് നല്ല ഭംഗിയുള്ള ഒരു മൂക്കുത്തിയാണ് കേട്ടോ. അതിൻ്റെ ഇത്തിരി പൊന്തി നിൽക്കുന്ന ടൈപ്പല്ല, ഒരെണ്ണം മാത്രമേ പൊന്തി നിൽക്കുന്നതുള്ളൂ. ഇത് ഡയമണ്ടാണ്, ആകെ ഒരെണ്ണം ഉള്ളതാണ് ഡയമണ്ട്. ഇതാണ് എൻ്റെ ഫസ്റ്റ് മൂക്കുത്തി എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ട് തന്നെയാണ് അവർ കുത്തി തന്നത്. പക്ഷേ ഇതിൻ്റെ കാലിൻ്റെ ഭയങ്കര നീളമാണ്. അപ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞ മെത്തേഡില്ലേ അത് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്, നിങ്ങൾ ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ടാവും. ഇത് വൈറ്റ് ഗോൾഡ് ആണ്, സിൽവറാണിത്. സിൽവർ 50 രൂപ എങ്ങാണ്ടുള്ളൂ കേട്ടോ. ഇത് നമ്മുടെ അന്ന് നമ്മൾ ആ വ്ളോഗിൽ ഞാൻ കാണിച്ചിരുന്നില്ലേ സിൽവർ മൂക്കുത്തി മേടിക്കാൻ പോയപ്പോൾ കണ്ടു എന്നുള്ളത്, അതാണിത്. ഇത് വേറെ ഒരെണ്ണം ചിന്നൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ തൃശ്ശൂരുള്ള ഒരു കടയിൽ നിന്ന് മേടിച്ചതാണ്. ഒരു പിങ്ക് പോലത്തെ കളർ തന്നെയാണ് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ പാണ്ടും കുറിയൊക്കെ ആയി മേക്കപ്പിൻ്റെ. അപ്പോൾ ഇതുപോലെ 3 കല്ലുള്ളതാണ്. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല മൂക്കുത്തി. അങ്ങനെ ഒരു ഗ്ലേസിങ് ഇല്ല, ഒരു മാറ്റ് ഫിനിഷ് പോലെ. ഇത് എന്ന് പറയുന്നത് ഒരു ഇനാമൽ വെച്ചിട്ടുള്ളതാണ്. നടുക്കിലത്തെ ആ കളറില്ലേ അതൊരു ഇനാമലാണ്, ബാക്കിയെല്ലാം കല്ലാണ്. അതുപോലത്തെ ഒരു കല്ല് പോവുകയും ചെയ്തു. ഞാൻ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ സൂക്ഷിച്ച് വെച്ചില്ലെങ്കിൽ കല്ല് പോകും കേട്ടോ. അപ്പോൾ ഇത് വാലൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല, കാരണം ഇതിങ്ങനെ വാല് പോലെ ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന കാരണം എനിക്ക് അത്രയ്ക്ക് കംഫർട്ടബിൾ അല്ല സത്യം പറഞ്ഞാൽ ഈ സംഭവം. എന്നാലും എപ്പോഴെങ്കിലുമൊക്കെ ആൾട്ടർനേറ്റീവായിട്ട് ഉപയോഗിക്കാമെന്ന് മാത്രം. ഇത് നല്ലതാണ് കേട്ടോ. ഇത് നമ്മുടെ ഹാഫ് റിങ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. ഇത്തിരിയും കൂടി മൂക്കിന് ഇറക്കി കുത്തിയൊരുക്കുകയാണെങ്കിൽ അത് ഫുള്ള് ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കും. അത് ഇനാമൽ തന്നെയാണ്. മുഖത്ത് കാണുന്ന മുകളിൽ കാണുന്ന ബ്ലാക്ക് സ്പോട്ട് എന്ന് പറയുന്നത് ഒരു ഇനാമൽ തന്നെയാണ്. സൂപ്പറാണ് കേട്ടോ. 3 കല്ല് വെച്ചിട്ടുള്ളതാണ്. ഇത് സിൽവറിൻ്റെ തന്നെയാണ് കേട്ടോ. സിൽവറിൻ്റെ ഫുൾ റിങ് ആണത്. ഇതിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് എന്നെ കൊല്ലും. ഒരുമാതിരി അലമ്പ് ലുക്കാണ് നീ എന്ന് പറയും അത്. അപ്പോൾ ഞാനിത് അങ്ങനെ ഉപയോഗിക്കാറില്ല. ബട്ട് എപ്പോഴെങ്കിലുമൊക്കെ നമുക്കൊരു ചേഞ്ച് വേണം എന്ന് തോന്നുമ്പോൾ എവരി വൺ ലൈക്ക് ചേഞ്ചസ് എന്ന് പറഞ്ഞ പോലെ അപ്പോൾ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ്. അടുത്ത സെക്ഷനിലത്തെ ഫേവറേറ്റ് ആണ് പച്ചക്കല്ല്. എനിക്ക് മാത്രമല്ല എൻ്റെ നാത്തൂന് നിഷേധിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഞാൻ ഇതിടുമ്പോൾ തന്നെ ഭയങ്കര ഭംഗിയെന്ന് ആൾ പറയാറുണ്ട്. അത് നല്ല ഗ്ലേസിങ് ഉള്ള ഒരു കല്ലും കൂടിയാണ് കേട്ടോ. ഇത് ഞാൻ എടുത്തത് ചുങ്കത്തിൽ നിന്നാണ്. പിന്നെ ഇത് ഇപ്പോൾ ഞാൻ ജുവല്ലേഴ്സ് എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരുള്ള എല്ലാം വേറെ ജ്വല്ലറികളിൽ നിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് സ്ക്വയർ സ്റ്റോൺ ആണ്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇത് പിന്നെ കുറേ കല്ലുണ്ട്, എത്ര കല്ലുണ്ടെന്ന് ഞാൻ എണ്ണീട്ടില്ല. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊരു നമ്മുടെ സ്കൈ ബ്ലൂ ഇല്ലേ ആ ഒരു കളറാണ്. 3 കല്ല് ആ പച്ചര പോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു സാധാരണ സിമ്പിളായിട്ടുള്ള ഒരു മൂക്കുത്തി എന്ന് വേണമെങ്കിൽ പറയാം. അടുത്തത് ദി മോസ്റ്റ് ഫേവറേറ്റ് മയിൽ പീക്കോക്കാണത്. ഇനാമൽ വർക്ക്സ് ആണ്. പിന്നെ ഒരു 4 കല്ലും വെച്ചിട്ടുണ്ട് വാലിൻ്റെ അവിടെ. കണ്ടോ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് കേട്ടോ. ലിപ്സ്റ്റിക്കിൻ്റെ കളർ ഇത്തിരി കൂടിപ്പോയി എന്നറിയാം, സോറി. അപ്പോൾ കണ്ടോ, ഇതാണ് നമ്മുടെ മയിലായിട്ടുള്ള മൂക്കുത്തി. ഇതാണ് പൊന്തി നിൽക്കണ മൂക്കുത്തി. ഇങ്ങനെ പൊന്തി നിൽക്കണ മൂക്കുത്തി ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഡിസ്കംഫർട്ട് പോലെ തോന്നാം, അതായത് ഫ്രണ്ട് വ്യൂ വരുമ്പോഴേ. എന്നാലും ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് കേട്ടോ. കാരണം അതിൻ്റെ ആ മജന്ത കല്ലും ആ വെള്ളക്കല്ലും ഭയങ്കര ഗ്ലേസിങ് ആണ്. ഒരു ഹാഫ് മൂൺ പോലെ ഇങ്ങനെ നിൽക്കും. അടുത്തത് ഇതുപോലെ തന്നെ ഒരു എന്താ പറയുക സ്കൈ ബ്ലൂവും വൈറ്റുമായിട്ടുള്ള ഒരു സാധാരണ ഒരു മൂക്കുത്തി. അതിങ്ങനെ ഇളകൊന്നുമില്ല, 2 കല്ല് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. കണ്ടോ, ഗോൾഡ് തന്നെയാണ്. ഇത് ഞാൻ എവിടെ നിന്ന് എടുത്തതെന്ന് ഓർമ്മയില്ല. ഇതെനിക്ക് ചേച്ചി കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണപ്പുടവയ്ക്ക് പകരം തന്നതാണ്, ഓണത്തിന് വന്നപ്പോൾ തന്നതാണ്. 7 കല്ലുള്ള ഒരു ഫ്ലവർ വെച്ചിട്ടുള്ള ഒരു മൂക്കുത്തി. ചേച്ചി എന്ന് പറയുന്നത് നാത്തൂട്ടോ, നിശ്ചയിച്ച് തന്നതാണ്. കണ്ടോ, ഇത് നല്ല ഗ്ലേസിങ് ആണ് കേട്ടോ. ഒരു യെല്ലോയിഷ് ആണ് അതിൻ്റെ കളർ എന്ന് പറയുന്നത്. എന്നാലും കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് ബ്ലാക്ക് സ്റ്റോൺ, പക്ഷെ ഇതിൻ്റെ കാലിന് ഭയങ്കര നീളമാണ്. അത് കാരണം നമ്മുടെ
സെപ്റ്റൽ ബോണില്ലേ അതുമ്പോൾ ചെന്നിങ്ങനെ മുട്ടും അത്. അപ്പോൾ അങ്ങനെ പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതിട്ടിട്ടാണ് എനിക്ക് ആകെ കൂടി മൂക്കിൻ്റെ ഉള്ളിൽ പൊട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നീളം കുറവുള്ള കാലിന് നീളം കുറവുള്ള മൂക്കുത്തി തിരഞ്ഞെടുക്കാൻ ശ്രമിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ മുഖത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമ്മൾ ചെറുത് വലുത്, പിന്നെ എനിക്ക് വലുത് ഇഷ്ടമാണ്, അത് നമുക്കൊരു വിഷയമല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിങ്ങനെ തിരിച്ച് കയറ്റണം മൂക്കുത്തില്ലേ നമ്മൾ. ഇത് ഞാൻ ഗുഡ് വില്ലിൽ നിന്ന് മേടിച്ചതാണ്. എനിക്കിത് ഇഷ്ടമായില്ല ഒട്ടും. ഭയങ്കര പാടാണ് ഇടാനായിട്ടും. ഇട്ടാലും തന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ ബാക്കിലത്തെ ഈ കമ്പി അവിടെ ഇവിടെയൊക്കെ കുത്തിക്കൊള്ളും ചെയ്യും. അപ്പോൾ എന്നാലും നല്ല ഭംഗിയാണ് കേട്ടോ. കല്ല് കാണാൻ കണ്ടത് ലൈറ്റ് ഗ്രീൻ കളർ കല്ലാണ്. ഗുഡ് വില്ലിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്. 40 രൂപയും കണ്ടാണ് ഈ ഒരു കല്ലിന് വില. പക്ഷെ എനിക്കത് ഇഷ്ടമായേ ഇല്ല. എന്നാലും എങ്ങനെയെങ്കിലും ആ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഇടാമെന്ന് മാത്രം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഗോൾഡാണ്. ഒരു വിങ് ടൈപ്പാണ്. ഒരു മയിലിൻ്റെ ആ ഒരു മോഡലൊക്കെ ഇങ്ങനെ ഇനാമലും 3 കല്ലും ഇങ്ങനെ വന്നിട്ട് സാധാരണ ഒരു മൂക്കുത്തി. ഇതിങ്ങനെ നമ്മളിങ്ങനെ പല ടൈപ്പിലുള്ളത് കാണുമ്പോൾ മേടിച്ചു കൂട്ടുന്നു എന്നേ ഉള്ളൂ. ഞാനിതുപോലെ തന്നെ ഒരു ദിവസത്തിൽ ചിലപ്പോൾ 2-3 വട്ടമൊക്കെ മൂക്കുത്തി മാറി ഇടുന്ന ഒരാളാണ്. എനിക്ക് ഗോൾഡിനോടൊന്നും അത്ര വലിയ താല്പര്യമില്ല. പക്ഷേ ഈ മൂക്കുത്തി ഗോൾഡിനോട് നല്ല താല്പര്യമാണ്. ഇത് നമ്മുടെ മെഹന്തി കളറുള്ള ഒരു പൂ. എൻ്റെ ദൈവമേ, ആ മൂക്കുത്തി മാത്രമേ കാണാറുള്ളൂ എൻ്റെ മൂക്കുമ്മേ. പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഇത് ചാന്തുപൊട്ടിയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ചാന്തുപൊട്ടിലത്തെയാണ്. ഇതിൻ്റെ ബാക്കിൽ പിരിയനെയാണ് നമ്മൾ ആക്കിയിടുന്നത്. അല്ലാതെ ഒട്ടിച്ച് വെക്കലോ പ്രസ്സിലൊന്നും അല്ല. പിരിയിട്ടിട്ട് സാധാരണ നമ്മുടെ മൂക്കുത്തി ഇടുന്ന പോലെ നമ്മൾ ഇടുന്നു. ഇതും നമ്മൾ അവിടെ നിന്ന് തന്നെ മേടിച്ചതാണ്. സെക്കൻഡ് ടൈപ്പുള്ള മെഹന്തി. ഫ്ലവേഴ്സിന് പകരം ജസ്റ്റ് ഇങ്ങനെ കുനുകുനൂന്ന് കുത്തുകളായിട്ട്. മെഹന്തി നമ്മുടെ മുഖത്തിന് ഡിമ്മാക്കുകയാണ് ചെയ്യുക കേട്ടോ. നമ്മൾ അധികവും നല്ല ഭംഗിയുള്ള വെള്ളക്കല്ലൊക്കെ ഇടുന്നതായിരിക്കും നല്ലത്. എന്നാലും പിന്നെ നമ്മുടെ ആഗ്രഹം തീർക്കാൻ ഇടാമെന്ന് മാത്രം. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ആഗ്രഹം തീർക്കാനല്ലേ ചെയ്ത് കൂട്ടുന്നത്. ഇത് സിൽവറാണ്. എൻ്റെ ലാൻഡിക്കിൻ്റെ ആകെ ഒരെണ്ണേ ഉള്ളൂ. ഓക്സിഡൈസ്ഡ് സിൽവറാണ്. ബട്ട് ഇറ്റ്സ് ഗുഡ്. കുഴപ്പമില്ല. എന്തായാലും നമ്മുടെ ചാർലി ടൈപ്പൊക്കെ പോലെ ഇടാം എന്ന് മാത്രം. പക്ഷേ ഇത് ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എനിക്കൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യാറുണ്ട്. കുറച്ച് വലുപ്പം കൂടുതലാണെങ്കിൽ. സ്വർണ്ണമാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എനിക്ക് എന്തൊരു ചമ്മലാണ്. ഇത് നമ്മുടെ പാമ്പാണ്. ജസ്റ്റ് എത്രയാ 20 രൂപയും കണ്ടേ ഉള്ളൂ. ഒരു കല്ലും പിന്നെ ആ പാമ്പിൻ്റെ ആ ഭാഗങ്ങളായിട്ടുള്ളതാണ്. ഗോൾഡ് അല്ല കേട്ടോ. ഇത് നമ്മുടെ ടിക്ടോക്കിലൊക്കെ ഒരുപാട് ട്രെൻഡി ആയിട്ടുള്ളൊരു മൂക്കുത്തിയാണ്. എല്ലാവരും യൂസ് ചെയ്യുന്നൊരു മൂക്കുത്തിയാണ്. അപ്പോൾ അതിൽ ഞാനിങ്ങനെ ഒരുപാട് പേര് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഈ മൂക്കുത്തി ഇട്ടിട്ട്. ഇത് ജസ്റ്റ് എന്താ പറയുക, ലാസ്റ്റ് നോട്ട് ലീസ്റ്റ് എന്ന് പറഞ്ഞ പോലെ ഏറ്റവും ലാസ്റ്റത്തെയാണ്. ജസ്റ്റ് ഒരു സ്റ്റാർ. ബട്ട് ഇറ്റ്സ് ഗുഡ്, നൈസ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് വേണമെങ്കിൽ ഇടാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മൂക്കുത്തി കളക്ഷൻസ് എന്ന് പറയുന്നത്. സിൽവറും ഗോൾഡും ആൻറ്റിക്കും ഒക്കെ ഉണ്ട്. പക്ഷേ ഗോൾഡ് ഇടുന്നതായിരിക്കും കേട്ടോ നല്ലത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചിലവർക്ക് അലർജി ആവും. ഓക്സിഡൈസ്ഡൊക്കെ ഇടുമ്പോൾ നന്നായിട്ട് അലർജി വരുന്നവരുണ്ട്. അപ്പോൾ പിന്നെ അത് ഇരട്ടിപ്പണിയാവും. അപ്പോൾ ഗോൾഡ് ഒരെണ്ണം മേടിച്ച് വെച്ചിടാവുന്നതേ ഉള്ളൂ. എൻ്റെ പോലെ പ്രാന്തൊന്നും കാണിക്കേണ്ട. കുറേ എണ്ണം മേടിച്ച് വെച്ച് ഒറ്റ മൂക്കിൻ്റെ ഓട്ടയിലേക്ക് ഇടുന്നതല്ലേ. അങ്ങനെ പ്രാന്തൊന്നും വേണ്ട. പിന്നെ നമ്മൾ യൂട്യൂബേഴ്സൊക്കെ ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാറി ഇടുന്നത് കൊണ്ട് ഞാൻ ഒരുപാട് മേടിച്ച് വെച്ചിട്ടുണ്ടെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ശ്രീജ.